147 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താമല്ലോ. Let's read Psalm 147 responsively. യഹോവയെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ നീർക്കെട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു, അവൻ്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവൻ ആർ? Let's read the last two verses together. അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിക്കുവീൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Please be seated. Good morning and praise the Lord. Good to be in the presence of God this morning. എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഹാർദവമായി ആരാധനയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽ ഒന്നിച്ചായിരിക്കുന്നത് എല്ലാ നിലയിലും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. Psalm 147 is a psalm of praise. സ്തുതിയോടെ ആരംഭിച്ച് സ്തുതിയോടെ അവസാനിപ്പിക്കുന്ന, സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 147 സങ്കീർത്തനം. It's encouraging believers to sing and rejoice in God's power, care and provisions. Verse 1 we read, സ്തുതിക്കുന്നത് ഉചിതമാണ്. Can we read verse 1? യഹോവയെ സ്തുതിക്കുവീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലതും അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. സ്തുതിക്കുന്നത് മനോഹരമാണ്, സ്തുതിക്കുന്നത് ഉചിതമാണ്. അങ്ങനെയെങ്കിൽ സ്തുതിക്കാതിരിക്കുന്നത് അനുചിതവും അഭംഗിയുമാണ്. രാവിലെ ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയട്ടെ. In verse 2 and 3 we see God's mighty acts, mighty works for people of God. Mostly this psalm, the background is scholars believe this is dedication service after the Jerusalem's walls and gates were rebuilt. And after that, during the dedication service, they sang this song or prayed this psalm. Many believe that നെഹമ്യാവിൻ്റെ കാലത്ത് ഇടിഞ്ഞു കിടന്ന യഹോവയുടെ ആലയവും അതിന് ചുറ്റുപാടുമുള്ളതായ മതിലുകളും വാതിലുകളും ഒക്കെ തീവച്ച് ചുട്ടുകളഞ്ഞ ഇടിഞ്ഞു കിടന്നതിനെ റീബിൽഡ് ചെയ്ത് അത് ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമായിട്ട് ഈ വേദഭാഗത്തെ ചിന്തിക്കുന്നുണ്ട്. God who rebuilt Jerusalem is able to rebuild us, is able to rebuild our families.
and our nation. Our nation is broken in many areas, many ways. Let it be our prayer. Lord, build our nation. Build our church. Build our families. അന്ന് തകർന്നതിനെ പണിത ദൈവം ഇന്നും തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ പണിയുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പണിയുന്ന ദൈവമാണ്. ഈ സങ്കീർത്തന ഭാഗങ്ങളെല്ലാം വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. ഇതിനു മുമ്പ് ഞാനിവിടെ വായിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. Look at some of the verses used in this psalm. Mostly we see the present participles or present continuous tense. Some of the verses are used like building, healing, binding, counting, lifting up. There are many other verses. All those verses are in continuous tense. That means God didn't give up. He's still working. He is still healing. He is still healing the wounds. ശത്രു ഇടിച്ചു കളഞ്ഞത് നിന്റെ ആരോഗ്യമാണെങ്കിൽ, നിന്റെ ഭൗതിക നന്മയാണെങ്കിൽ, കുടുംബ ബന്ധങ്ങളാണെങ്കിൽ, ഇന്ന് പകൽ ദൈവം അത് പണിതുറപ്പിക്കുവാൻ ആഗ്രഹിക്കുക. I know many are worried about our 401k. Mostly recently, last week, lost almost more than 10 points last 1 week. And many are worried. Believe me, it will come back. But at the same time, do not trust in governments. Do not trust in 401k. Do not trust in worldly resources, but trust in God. Amen. The stock market can go up and down, but our God never change. He is same yesterday, today, and forever. ഇന്ന് രാവിലെയും ആശ്രയം വയ്ക്കുവാൻ കൊള്ളാവുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിലാണ്. അവന് മാറ്റം വരുന്നില്ല. അവൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വിശ്വസിക്കാം. അത് എത്രയുണ്ടെങ്കിലും ഊവ് ഊവ് എന്നു മാത്രമാണ്. രാവിലെയും ദൈവത്തിലും അവൻ്റെ വിശുദ്ധ വചനത്തിലും നമുക്ക് ആശ്രയം വയ്ക്കാം. അവൻ വേഴ്സ് 4 അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. Can we read verse 4? നോക്കൂ. Can read that someone in English? ആകാശമണ്ഡലത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? Who knows? Can anybody definitely say that this many? None. No one. I was just checking the internet. How many stars are there in the sky? There are hundreds and hundreds of results you will see. One of the account, it says there are 17 even those words, quintillion stars. 17 quintillion. Don't ask me what is that, or how many zeros are there in that figure. I have no idea. There are billions of galaxies, and each galaxies are having an average of 100 billion stars. അപ്പം നമുക്കറിയാം എത്ര ഉണ്ടെന്നുള്ളത്. ഇന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, ഇന്നും പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക.
Not only our God counts each and every stars, but He names them. He calls them by name. How many names we know? നമ്മളൊക്കെ പറയുന്നത് എല്ലാം നമുക്കറിയാമെന്നാണ്. പക്ഷേ എത്ര പേരുടെ പേര് നമുക്കറിയാൻ പറ്റും? അതും തന്നെ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും അറിയാവുന്നവരെ പോലും പെട്ടെന്ന് നെയിം മനസ്സിലോട്ട് വരത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ ജ്ഞാനം, അതിൻ്റെ ആഴം തെളിയിക്കുന്ന വാക്കുകളാണ് ഈ സങ്കീർത്തനത്തിലെ വാക്കുകൾ. Just as God knows and names the stars, He knows and cares for you and me. നക്ഷത്രങ്ങളെ, കോടി കോടി നക്ഷത്രങ്ങളെ ആകാശവിധാനത്തിൽ നിർമ്മിച്ച് ആക്കി അതാത് സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുന്ന, നിയന്ത്രിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം ചങ്കിലെ ചോര തന്ന് വിലയ്ക്ക് വാങ്ങിയ എന്നെയും നിങ്ങളെയും ഓർക്കാതിരിക്കുമോ? അവൻ നമ്മെ മറക്കുന്ന ദൈവമല്ല. He cares for us. If God knows each and every stars and name them personally, name them individually, how much more He cares for us. രാവിലെ നമ്മൾ വെറുതെ പലതിനെയും ഓർത്ത് ഭാരപ്പെടുകയും വറി ചെയ്യുകയുമാണ്. നമ്മെ അറിയുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ പേരറിയുന്ന, പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവത്തെയാ ഞാൻ നിങ്ങളും സേവിക്കുന്നത്. പാട്ടുകാരൻ പാടുന്നത് പോലെ അവൻ കരുതും, നൽകരുതൽ മരണം വരെ നിൻ പാതയിൽ. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ ആകമാനം ഓർപ്പിച്ചിരിക്കുന്നത്. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Verse 8. നമ്മുടെ ദൈവമാ മഴ പെയ്യിക്കുന്നതെന്ന്. ആമേൻ. നമ്മുടെ ദൈവം മഴ പെയ്യിക്കുന്ന ദൈവമാ. അടുത്ത വാക്ക്, നമ്മുടെ ദൈവമാ സകലത്തിനും ആഹാരം നൽകുന്നത്. ആമേൻ. Verse 13. നമ്മുടെ ദൈവമാ നമ്മയും നമ്മുടെ തലമുറകളെയും ദേശത്ത് ഉറപ്പിച്ച് നിർത്തുന്നതെന്ന്. ദൈവം നമ്മെ ഉറപ്പിക്കുന്ന, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. 14-ാം വാക്യം, അവൻ നമ്മുടെ ദേശത്തിന് സമാധാനം വരുത്തുന്നു. നമ്മുടെ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ ദേശത്തിനും സമാധാനം നൽകുന്ന ദൈവം. അടുത്ത വാക്കൂടെ, അടുത്തത്. ആമേൻ. അതിൻ്റെ 18-ാം വാക്യം കൂടെ, വചനമയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കിക്കളയുന്നു. See, look at those verses. All those verses in this psalm shows the power and strength of our Lord Jesus Christ. And we just read verse 8 onwards. He provides rain for the earth. And He strengthens the families and blesses our children. He makes peace in your bodies, and He satisfies us with good things. And He sent forth His word and melts them. And He causes His wind to blow and the waters to flow. എന്ന് പറഞ്ഞാൽ, നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന തടസ്സങ്ങൾ, മുമ്പിൽ ഉള്ള തടസ്സങ്ങളെയൊക്കെ അവൻ ഉരുക്കി മാറ്റുന്ന ദൈവമാണ്. അതിനെ ഒഴുക്കിക്കളയുന്ന ദൈവം. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനാൽ അവയെല്ലാം, ആ തടസ്സങ്ങളെല്ലാം ഒഴുക്കിക്കളയുന്ന ഒരു ദൈവം. രാവിലെ ആ ഭാഗങ്ങളെല്ലാം വായിച്ച് ധ്യാനിക്കേണ്ട ഭാഗങ്ങളാണ്. ഇന്ന് പകലും നമ്മുടെ ദൈവം വലിയവനും ശക്തിയേറിയവനുമാണ്.
ഒന്ന് രണ്ട് വാക്കുകൾ ഈ സങ്കീർത്തനത്തിൽ തന്നെ ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ആ ഒരു മെസ്സേജിലേക്ക് പോകുന്നില്ല. അതിനുശേഷമായിട്ട് നമ്മുടെ പ്രവീൺ വിൽ ഗിവ് us a message at the end. ഈ ഭാഗത്ത് നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ ദേശത്തിനും സമാധാനം നൽകുന്ന ദൈവം, ദൈവത്തിൻ്റെ അത്ഭുതകരമായ, let's read that verse 5. ആ വാക്കിനെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതിനെ തുടർന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നത്. ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാമല്ലോ. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. Great is our Lord and abundant in strength. His understanding is infinite. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്, ശക്തിയുള്ള ദൈവമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ ദൈവത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെക്കുറിച്ച്, ട്രിനിറ്റിയെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ചില വാക്കുകൾ കഴിഞ്ഞ ദിവസം ഇൻട്രഡക്ഷനായിട്ട് ഓർപ്പിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമ്മൾ ഈ ഭാഗത്തും വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആ ദൈവം ചെയ്ത പ്രവർത്തികളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ അത്യന്തമായ ജ്ഞാനത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ മർക്കോസ് 5-ന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് രാവിലെ നാം അതിനെ തുടർന്ന് അതിന് മുമ്പുള്ളതായ ചില വാക്യങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ കൂടെ അതിനോട് ചേർന്ന് ഒന്ന് വായിക്കാമല്ലോ. Let's read Mark chapter 4 verse 35 onwards. Yes. Yes. Amen. Verse 35, somebody read that in English, please. On that day when the evening came, അതാണ് ആ ഭാഗത്ത് 35 നമ്മൾ വായിക്കുന്നത്. On that day, നമുക്കറിയാം അന്ന് മുഴുവൻ സംഭവബഹുലമായ ഒരു ദിവസം, പ്രത്യേകിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഉപദേശങ്ങളും വചനത്തിൻ്റെ ആഴങ്ങളും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു ദിവസമാണ്. ആ 4-ാം അധ്യായം മുഴുവൻ നമ്മൾ നോക്കിയാൽ ഉപമകളിലൂടെ വചനത്തിൻ്റെ ആഴങ്ങളും മർമ്മങ്ങളും ഒക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഉപമകളിലൂടെ നമ്മളതാ കാണുന്നത്. Verse 35, chapter 4, verse 35 onwards, that we see in that chapter 4 itself, we see many parables that Jesus was revealing some of the mysteries, some of the doctrines of God through parables in that chapter. We see several. വിതയ്ക്കുന്നവൻ്റെ ഉപമ, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഉപമ, വിത്തിൻ്റെ ഉപമ, കടുകുമണിയുടെ ഉപമ, ഇങ്ങനെ പാരബിൾസ്. ദർ ആർ സെവറൽ പാരബിൾസ് ഇൻ that chapter. അതെല്ലാം പറഞ്ഞ് ആത്മീയ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശു കർത്താവ് അവരെ തിയോളജി പഠിപ്പിക്കുകയായിരുന്നു. ആ തിയോളജി പഠിപ്പിച്ച് തീർന്ന ശേഷം പ്രാക്ടിക്കൽ ലെസണിലേക്ക് അവരെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഈ 35 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. Now Jesus is taking them from teaching to testing, from theory to practical. Why? Because the master, the teacher, wants them to know how much they want him to know how much they learned. ഈ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ എത്രമാത്രം അവർ പഠിച്ചു എന്നറിയാൻ വേണ്ടി അവർക്കൊരു ടെസ്റ്റ് ദൈവം അനുവദിക്കുന്നതാണ് ആ അടുത്ത വാക്കുകളിൽ
നമ്മൾ വായിക്കുന്നത്. God allows trials in our lives. And this story gives some of the answers why God allows the test, the storms in our lives. We need to understand God knows what's going to happen. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർക്ക് മുമ്പിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് യേശു കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരോട് അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയും പ്ലാനുമുണ്ട്. അന്നത്തെ ലെസൻ്റെ ഭാഗമായിട്ടാണ് അവരെ അടുത്ത അക്കരയ്ക്ക്, ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി അവരെ പറഞ്ഞയക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് പ്ലാനും പദ്ധതിയുമുണ്ട്. ഒരു പക്ഷേ യേശു കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും യേശു ആരെന്ന്, അവൻ്റെ ശക്തി എത്രമാത്രമെന്ന് അവരറിയണമെന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു അവരെ അക്കരയ്ക്ക് പറഞ്ഞയക്കുന്നത്. When Jesus sent them, He knows what is going to happen, and God allowed them so that Jesus can be trusted in the storms of life. കാരണം അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയ ചലഞ്ചസാണ്. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ വരുവാൻ പോകുന്ന സ്റ്റോംസ്, ജീവിതത്തിന് നേരെ വരുന്ന ചലഞ്ചസ് അത്ര ശക്തമാണ്. അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ യേശുവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് യേശു കർത്താവിന് അറിയാവുന്നത് കൊണ്ട് അവരെ അതിലേക്ക് നടത്തുകയാണ്. അവർ യേശുവിനെ അറിയണം, അവൻ്റെ ശക്തി അറിയണം, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവർ തിരിച്ചറിയണം. അതിനുവേണ്ടി ദൈവം അനുവദിച്ച ഒരു ടെസ്റ്റാണ് അവരുടെ യാത്രയിൽ, അവരുടെ ജീവിതത്തിന് നേരെ സംഭവിക്കുന്നത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് ദൈവകൽപ്പന അനുസരിക്കുമോ എന്നറിയുവാൻ വേണ്ടിയായിരുന്നു. യോബിനെ ദൈവം പരീക്ഷിച്ചത് പണത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, ആടുമാടുകളേക്കാൾ ദൈവത്തെ സ്നേഹിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് യോബിനെ ദൈവം പരീക്ഷിച്ചത്. മാത്രമല്ല, കുറ്റപ്പെടുത്തുന്ന പിശാചിൻ്റെ മുമ്പിൽ ദൈവത്തിലുള്ള വിശ്വാസം തെളിയിക്കുവാൻ വേണ്ടിയിവിടെയാ ദൈവം ആ ടെസ്റ്റ്, ആ പരീക്ഷ യോബിൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത്. എന്നാൽ ഇവിടെ യേശു ആരെന്ന് ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. കാരണം വിവിധ പ്രതിസന്ധികൾ ഫേസ് ചെയ്യുവാൻ പോകുകയാണ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവൻ്റെ ശക്തി അവരനുഭവിച്ച് അറിയണം. Why God allows storms? Sometimes to correct us, to protect us, to perfect us. ദൈവം പരീക്ഷ അനുവദിക്കുമ്പോൾ നമ്മെ കറക്റ്റ് ചെയ്യുവാനാണ്, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ്, നമ്മെ പെർഫെക്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കട്ടെ. ജീവിതത്തിന് നേരെ വരുന്ന എല്ലാ കൊടുങ്കാറ്റും പിശാച് കൊണ്ടുവരുന്നതല്ല. എല്ലാ ടെസ്റ്റുകളും പിശാച് തരുന്നതല്ല. പിശാച് പരീക്ഷിക്കും. എന്നാൽ എല്ലാം പിശാചല്ല ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീടിന് നേരെയും കാറ്റടിച്ചു, മണൽമേൽ പണിത വീടിനും കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകൾക്കും നേരെ കാറ്റടിക്കും. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ, അടിസ്ഥാനം ഉറപ്പുള്ള പാറമേലാണെങ്കിൽ ഒരു കാറ്റിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒരു കാറ്റിനും നിന്നെ തളർത്തുവാനായിട്ട് കഴിയത്തില്ല. രാവിലെയും പാറമേൽ അടിസ്ഥാനമുള്ള വീടായി ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസത്തോട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ശക്തമായി നിൽക്കുവാനായിട്ട്, ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും. 38-ാമത്തെ വാക്യത്തിൽ നിങ്ങളത് ശ്രദ്ധിച്ചേ, യേശു കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചേ. ശിഷ്യന്മാർ കാറ്റിൻ്റെ മുമ്പിൽ ആടി ഉലയുകയാണ്, ഭയപ്പെട്ടിരിക്കുക. നിങ്ങൾ യേശുവിനെ ഒന്ന് നോക്കിയേ. Look at Jesus. That verse 38. ഈ വലിയ കൊടുങ്കാറ്റടിക്കുമ്പോഴും വെള്ളം ഇരച്ച് കയറുമ്പോഴും പടകിൽ കയറുമ്പോഴും യേശു ശാന്തമായിട്ട് ഉറങ്ങുക. Look at those verses
Jesus was calm before the storm. Jesus was calm in the middle of the storm. And Jesus was calm after the storm. നിങ്ങൾ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. Because he knows the Father will take care of him. Because before the assigned work that the Father God assigned to him, until he complete that work, no storm, no evil power, no diseases can take his life. ഒരു ശക്തിക്കും ദൈവം അനുവദിച്ച, ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു പൈശാചിക ശക്തിക്കും എന്നെയും നിങ്ങളെയും തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാവിലെ അത് മാത്രം നിങ്ങളൊന്ന് ഉറയ്ക്കണം. അത് ഒരു ചെറിയ വിഷയം വരുമ്പോഴേ അയ്യോ ഇല്ല, തീർന്നോ, ചത്തോ, ഇല്ല, ഒന്ന് ഉറയ്ക്കണം ദൈവമക്കൾ. ഇന്ന് രാവിലെ എന്നെ നിങ്ങളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ച ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്, അത് പൂർത്തിയാകാതെ, അത് കംപ്ലീറ്റ് ആകാതെ ദൈവം ഇടയ്ക്ക് വെച്ച് പദ്ധതി നിർത്തുന്ന ദൈവമല്ല. സ്തോത്രം. എന്നിലും നിങ്ങളിലും ഒരു ദൗത്യം, ഒരു നല്ല വേല ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ വിശ്വസിക്കണം. ആമേൻ. ഒരു ചെറിയ വിഷയം പോലും നമ്മൾ ഭാരപ്പെടുകയാ, നമ്മൾ ആടി ഉലയുകയാ. ചെറിയ വിഷയത്തിന്റെ മുമ്പിൽ പോലും നമ്മൾ പതറുകയാ, പ്രാണഭയത്തിലാ പലപ്പോഴും. ഇന്ന് രാവിലെ ഞാൻ പറയാം, ഒരു ശക്തിയും നിന്നെ തൊടത്തില്ല. ദൈവം അനുവദിക്കാതെ, ദൈവത്തിന്റെ സമയം കംപ്ലീറ്റ് ആകാതെ, ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാതെ ഒന്നും എനിക്കും നിങ്ങൾക്കും ഹാനി വരുത്തുകയില്ല. 40-ാം വാക്യത്തിൽ ശിഷ്യന്മാര് ഭയപ്പെട്ടിരിക്കുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? Verse 40. നിങ്ങളിങ്ങനെ ഭീതിപ്പെടുന്നത് എന്ത്? നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങൾ ആ വാക്യം ഒന്ന് നോക്കിക്കേ. യേശുവിൻ്റെ പ്രശ്നം അടിച്ചു വരുന്ന കാറ്റും കൊടുങ്കാറ്റും ഒന്നുമല്ല. എതിരെ വരുന്ന സ്റ്റോംസ് അല്ല യേശുവിൻ്റെ പ്രശ്നം. യേശുവിൻ്റെ പ്രശ്നം അവരുടെ ഉള്ളിൽ ഉയരുന്ന അവിശ്വാസമാണ്. പുറമേയുള്ള കാറ്റും കൊടുങ്കാറ്റും അല്ല യേശുവിനെ ബോധർ ചെയ്തത്. ഇത്രയും ദിവസം, ഇത്രയും നാൾ കൂടെ നടന്ന് യേശു ചെയ്ത പ്രവർത്തികൾ കണ്ട ഈ ശിഷ്യന്മാർക്ക് ഈ വിഷയത്തിന് മുമ്പിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഉറയ്ക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് യേശു കർത്താവ് കാമായി കിടന്നുറങ്ങുന്നത് കണ്ടിട്ടെങ്കിലും അവർക്ക് ഭയപ്പെടാതിരിക്കാമായിരുന്നു. മാത്രമല്ല അവരോട് നേരത്തെ പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന. Let's go to the other side. That was Jesus commanded them. Let's go to the other side of the Galilee. അതിനിടയ്ക്ക് ഒരു പ്ലേസിൽ നിർത്തുന്നതല്ല. അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞാൽ, അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ അക്കരെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതിനെതിരെ പിന്നീട് അതിന് തടസ്സമായി വരുന്ന ഏത് സ്റ്റോമും ആയിക്കൊള്ളട്ടെ, അതിനെ അതിജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അവൻ നമ്മെ അക്കരെ എത്തിക്കും. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ അക്കരെ എത്തി. ഇന്ന് പകൽ വിശ്വാസ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ഏത് കാറ്റും ഏത് കൊടുങ്കാറ്റും ആയിക്കൊള്ളട്ടെ, ദൈവം ഇതിലെ ഉറച്ചു നിൽക്കണം. അവൻ നമ്മെ അക്കരെ എത്തിക്കുന്ന വാക്കു പറഞ്ഞ ദൈവമാണ്. അവൻ നമ്മോട് കൂടെയുണ്ട്. അവർക്ക് വിശ്വസിക്കുവാൻ, അവർക്ക് ധൈര്യപ്പെടുവാൻ ഒരുപാട് കാരണമുണ്ട്. അവരെ വിളിച്ചിറക്കിയ ദൈവം, കൽപ്പന കൊടുത്ത ദൈവം, അവരെ അക്കരെ കൊണ്ടുപോകുന്ന ദൈവം അവരോടൊപ്പമുണ്ടെന്നുള്ളതായിരുന്നു. അവിടെയും അതും അവർക്ക് ധൈര്യം നൽകിയില്ല. എന്നാൽ അവർ പുറമേ കണ്ട കാറ്റുകളും കോളുകളും ഒക്കെ കണ്ട് അവർ ഭയപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അവർ ചോദിച്ച ചോദ്യമാ, ഡോണ്ട് യു കെയർ? നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? എത്ര പ്രാവശ്യം നമ്മളത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്ന കാറ്റും കോളും ഒക്കെ കണ്ടിട്ട്, ദൈവമേ ഞാൻ ഇത്രയൊക്കെ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു,
ആഴ്ചയിൽ 3 വട്ടമൊന്നും അല്ലെങ്കിലും വൺസിനെ വയലെങ്കിലും വല്ലപ്പോഴും ഒക്കെയെങ്കിലും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ആരാധനയ്ക്കും പോകുന്നുണ്ട്. എന്നിട്ടും നീ കരുതുന്നില്ലേ? നീ അറിയുന്നില്ലേ? ഡോണ്ട് യു കെയർ? നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? അല്ല, ഞങ്ങളുടെ ജോലിയെക്കുറിച്ച് വിചാരമില്ലയോ? ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഞാനും നിങ്ങളും ഒക്കെ ചോദിച്ചതാ. യെസ്, നമ്മുടെ ദൈവം നമ്മെയും എന്നെയും നിങ്ങളെയും കുറിച്ച് വിചാരപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലെയും ശാന്തമാക്കിയത്. അവന് വിചാരപ്പെടുന്നത് കൊണ്ടാണ്, തന്നോട് കൂടെയുള്ളവരെ അവൻ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് യേശു എഴുന്നേറ്റ് കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചത്. ഇന്ന് പകലും എന്നെയും നിങ്ങളെയും കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ദൈവമാണ്. They had his promise that they are going to the other side. Not only that, the God himself was with them. Yet they were scared. It's a human. It can happen to us also. ജീവിതത്തിൽ പലപ്പോഴും നാമും ഭയപ്പെടുന്ന വിഷയങ്ങൾ, ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു കർത്താവ് ശാന്തമായിട്ട് അതിൻ്റെ നടുവിൽ കിടന്നുറങ്ങിയത് പിതാവിലുള്ള വിശ്വാസമാണ്, പിതാവിലുള്ള ആശ്രയമാണ്. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വയ്ക്കുന്ന ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എന്ത് സംഭവിച്ചാലും അവനാണ് നിയന്ത്രിക്കുന്നത്, അവൻ എന്നോടൊപ്പമുണ്ട്, എൻ്റെ ബോട്ടിലുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു ദൈവപൈതലിന് ഏത് സാഹചര്യത്തെയും സന്തോഷത്തോടെ പാട്ടുപാടി സന്തോഷത്തോടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. യേശുവിൻ്റെ കൺസേൺ എതിരെ വന്ന കാറ്റും കൊടുങ്കാറ്റും ഒന്നുമായിരുന്നില്ല, അകമയുള്ള അവിശ്വാസമായിരുന്നു. രാവിലെ എബ്രായ ലേഖന കർത്താവ് ചോദിക്കുന്നത് പോലെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മിൽ ആരിലും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിശ്വാസമാണ് ഏറ്റവും വലിയ അപകടം. കടലിൽ സ്റ്റോം അടിച്ചതൊന്നുമല്ല, ഹരിക്കേൻ അടിച്ചതൊന്നുമല്ല, കൊടുങ്കാറ്റടിച്ചതൊന്നുമല്ല. Unbelief is the greatest danger in a believer's life. ക്രിസ്ത്യ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ അല്പമെങ്കിലും അവിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇവിടെയാ ശിഷ്യന്മാരോട് യേശു ചോദിച്ചത്, നിങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഇതെല്ലാം കണ്ടിട്ടും ഇത്രമാത്രം അനുഭവിച്ചിട്ടും കൂടെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ വിഷയത്തിലും നിങ്ങൾ കുറയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ലേ? ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, ആ വലിയ ടെസ്റ്റിൽ അവർ പഠിച്ച ഒരു ലെസൺ ഉണ്ട്. ഈ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. The lesson that they learned on that day, that this God, this Jesus, there is nothing impossible with this Jesus. പാപവും രോഗവും ഭൂതവും ഒന്നുമല്ല, അതുമാത്രമല്ല പ്രകൃതി ശക്തികൾ പോലും അവൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നു എന്ന് അവരന്ന് മനസ്സിലാക്കി. Not only the sin and sickness and evil powers subdue to Jesus, but even the weather, even the nature. കാരണം he created everything. അവൻ നിർമ്മിച്ചതിനെ, അവൻ സൃഷ്ടിച്ചതിനെ, അവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ അതെല്ലാം അനുസരിക്കുക. ആമേൻ. ഇന്ന് രാവിലെ ദൈവമക്കളെ, ഈ വചനത്തിൽ നമുക്ക് കുറയ്ക്കാം, ദൈവകൃപയിൽ ശരണപ്പെടാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്. ക്രിസ്ത്യ ജീവിതം പട്ടുമത്തെയൊന്നുമല്ല ദൈവമക്കളെ, കാറ്റും കോളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം കൂടെയുണ്ട്. ആമേൻ. അവനറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ആ ഒരു ഉറപ്പും വിശ്വാസവും ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.